person you're calling is on another call. Please hold the line or call after some time. ഹലോ, അസ്സലാമലൈക്കും. ഉസ്താദിന് എന്ത് പറ്റി ഉസ്താദ്? വഴുതി വീണെന്നൊക്കെ ഇങ്ങനെ കേട്ടു. വേറെ എന്താ വിഷയം? അത് കല്യാണത്തിന് പോയതായിരുന്നു. കല്യാണത്തില്ല, മരിച്ചോടത്ത്. അന്ന് ഞാൻ വിളിച്ചപ്പോ മരിച്ചെടുത്ത് പോന്നാ പോയി വരുന്ന. ആ പോക്ക് പോയി എടുത്തിട്ടുള്ളൂ. ഞാനോട് വരുമ്പോ ചെറുതായിട്ട് ഭാര്യയുടെ പരിക്കൊന്നുമില്ല. എന്നിട്ടിപ്പോ വേദന ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. അത് ശരി. പാടായിട്ട് അങ്ങനെ ഉണ്ട്. അത് ശരി. ഡോക്ടറെ കാണിച്ചിനാ? അവിടെ തന്നെ ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞിട്ടാ പോകുന്നത്. എക്സ്റേയിലൊന്നും ഇല്ലല്ലോ? അൽഹംദുലില്ലാ. പിന്നെ ഉസ്താദ് ഒരു മസാലപരമായിട്ടുള്ള നിങ്ങള് ഉസ്താദ് കേട്ടിട്ടുണ്ടാവും. ഇയാള് ഈ ഹാഫിൽ ഇപ്പോ പിന്നെ CM വലിയുള്ളതിനെ പറ്റിയിട്ട് പിന്നെ കുത്തുബുൽ ആലം എന്നിങ്ങനെ പറയുന്നുണ്ടല്ലോ. ആ പ്രയോഗം ശരിക്ക് പറയാൻ പറ്റുമോ നമുക്ക്? അല്ല അപ്പൊ കുത്തുബുൽ ആലം എന്ന് പറയുമ്പോ ഇപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖിനൊക്കെ നമ്മള് എങ്ങനെ ഇപ്പൊ വിളിക്കുക? അതെന്ന് പറഞ്ഞ കൊച്ചിയില നമ്മൾ പറഞ്ഞ അധികാരം കൊടുത്ത് അല്ല തന്നോട് വെച്ചാൽ എന്റെ ഇത് കിട്ടുള്ളൂ. കാരണം വെച്ചാല് അതിപ്പോ കുത്തുബുൽ അപ്പൊ മൂപ്പര് നേരെ തിരിച്ചു വെച്ചാൽ അപ്പൊ മുഹീദ്ദീൻ ഷെയ്ഖിനെ കുത്തുബുൽ ആലെന്ന് വിളിച്ചാൽ പിന്നെ അതിന്റെ മുമ്പ് കഴിഞ്ഞ ഗസാലി ഇമാമില്ലേ അല്ലെങ്കിൽ ഹറമേനി ഇമാമില്ലേ ഓലെല്ലാം എന്താ വിളിക്കും? അതിന് പ്രശ്നമൊന്നുമില്ല. കാരണം എന്താ വെച്ചാൽ അത് അതിന്റേതായ ആളുകൾക്ക് അങ്ങനെ അതിനുള്ള ഒരു ഇതിനും ഇജാസത്ത് ഉണ്ടായത് കൊണ്ടാണ്. ശരി. ഇയാൾക്ക് ആരെടുത്തു? അല്ല ഈ കുത്തുബുൽ ആലം CM വലിയുന്നതിനെ പറ്റി ആദ്യമായിട്ട് മൂപ്പരാ പറഞ്ഞേ? അല്ല, എന്റെ ഇടയ്ക്ക് ഞാൻ കേട്ടിക്കണം. അത് ശരി. അല്ല മൂപ്പര് പല പ്രസംഗങ്ങളിൽ ഇങ്ങനെ അടിവരയിട്ട് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. അതിന്റെ അത് ഒന്നൊരു കാരണം എന്താ വെച്ചാല് കുത്തുബുൽ ആലം എന്ന് പറഞ്ഞ ഒരു ബുക്ക് ഇറങ്ങിക്കൊണ്ടു. അപ്പൊ ഞാൻ അന്വേഷിക്കുമ്പോ അങ്ങനെ ആരും ഇറക്കിവിട്ടതാണ്. ആര്? മൂപ്പര് തന്നെ? അല്ല, അത് വേറെ എഴുതിയതും. അങ്ങനെ നിശ്ചയിച്ച് ബുക്ക് സ്റ്റാളിൽ വിൽപ്പനക്ക് വേറെ കൊണ്ടുവന്ന് വെച്ചിട്ടെന്ന് പറഞ്ഞപ്പോ നമ്മൾ ബുക്ക് സ്റ്റാളിലേക്ക് വിളിച്ചു പറഞ്ഞ് ഞങ്ങൾ വെക്കാൻ പാടില്ലായിരുന്നു. ഒക്കെ എല്ലാം കണ്ടുവെച്ചോല്ല. അത് ശരി. അതിന്റെയൊക്കെ എഴുതി വെച്ചുകൊണ്ടേ നമുക്ക് കഴിയില്ല. ഞാന് 3-4 ദിവസം മുന്നേ കുറ്റാടി പോയിന് സിറാജിലതില്. അപ്പൊ ഉസ്താദ് വിളിപ്പിച്ചിട്ട് പോയതാ സമകാലിക വിഷയങ്ങൾ കുറച്ച് പറയണ്ടിട്ട്. അപ്പൊ പറഞ്ഞ കൂട്ടത്തില് പിന്നെ ഇപ്പൊ വന്മള ഉസ്താദിനേക്കാൾ ശക്തമായിട്ട് പേരോട് ഉസ്താദ് ഉള്ളില് മൂപ്പരോട് എതിർപ്പുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു ഉസ്താദ് പിന്നെ എന്നിട്ട് കയ്യും കെട്ടി നിന്നാൽ ഇപ്പൊ ചെറിയ AP ഉസ്താദാണ് ഇപ്പൊ ഒന്നാമത്തെ പിന്നെ മുരിയത്. അപ്പൊ താമസിക്കും തോറും ആളുകൾ മൂപ്പരെ പിന്നിൽ കൂടുകയല്ലേ ചെയ്യാ. ഞാൻ അപ്പൊ എന്നോട് ചോദിച്ചു ഇന്റെ അടുത്ത് എന്തെങ്കിലും ഉണ്ടോ മൂപ്പര് പറഞ്ഞ വിഷയം തന്നെ. അപ്പൊ ഞാൻ പറഞ്ഞ് പിന്നെ 6 മാസങ്ങൾക്ക് മുമ്പ് എന്റെ വീട്ടിൽ മൂപ്പര് പിന്നെ വൈബി ആയിട്ട് വന്നിരുന്നു എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെയുള്ള ശൈത്താനിയത്തൊക്കെ മാറ്റിയിട്ടുണ്ട്, ഞാൻ മഹാന്മാരെ ഇടപെട്ടിട്ട് ആരും എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പൊ അന്ന് ഇത്ര രൂക്ഷമായതുകൊണ്ട് ഞാൻ ഈ വിഷയം ആരോട് പറഞ്ഞിട്ടില്ല. അപ്പൊ കല്യാണത്തിന് കല്യാണത്തിന്റെ 1-2 ആഴ്ച മുന്നേ ക്ഷണിച്ചപ്പോ എന്നോട് ചോദിച്ചു മാഹിയിലെവിടെയാ വീടെന്ന് ചോദിച്ചു. അപ്പൊ വീട്ടിലെ അദൃശ്യമായ പിന്നെ മാഹിയിൽ വീട് ചോദിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ അത് ഞാൻ ഇങ്ങനെ പറഞ്ഞിരുന്നു. അപ്പൊ ഉസ്താദ് പറഞ്ഞ് ഇങ്ങനെ കാര്യമായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മള് ശേഖരിച്ച് വെക്കാം. അപ്പൊ മൂപ്പരെ വേണ്ട വിധത്തില് ആക്കണമെങ്കിൽ അപ്പൊ ഞാൻ ചോദിച്ചു ഇതെല്ലാം എന്നാ AP ഉസ്താദിലൊന്ന് ബോധ്യപ്പെടുത്തി കൊടുത്തൂടെന്ന് വെച്ചപ്പോ എന്നോട് പറഞ്ഞ് വേണ്ട തെളിവുകൾ നമുക്ക് കിട്ടിയിട്ട് ഇറങ്ങലായിരിക്കും നല്ലതെന്ന് പറഞ്ഞു. കാരണം വെച്ചാൽ ഇപ്പൊ ഒരു നല്ല ഇപ്പൊ പോകുന്ന ഏത് സ്ഥലത്തും ഒരു തിരക്കില്ലാത്ത ആളുകൾ മൂപ്പരെ പിന്നിൽ ഉള്ള പോലത്തിലാ. അപ്പൊ താമസിക്കും തോറും ആളുകൾ അതിന്റെ പിന്നിൽ കൂടുതലേ അവസ്ഥ.
ഇന്നലെ അയാളെ ഒരു സ്ഥലത്തെ പ്രസംഗത്തിന്റെ ഒരു ചെറിയ ഒരു ഞാൻ കേട്ടു. അതിലല്ലേ അതിലൊരു ക്ലിപ്പ് അതില് എന്താണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാണ്. അതിന് പറയുന്നത് അപ്പുറമേനൊന്ന് കാണാതെ പഠിച്ചു, അല്ലെങ്കിൽ പ്രശ്നമൊന്ന് കാണാതെ പഠിച്ചു, വരുന്നവർക്കൊക്കെ മസല വെച്ചതിനൊക്കെ മറുപടി പറഞ്ഞെടുത്തു. അതൊന്നൊരു ഇൽമല്ല. അതെന്ന് പറഞ്ഞാൽ അത് ബുദ്ധിനെ വേണമെന്നില്ല. അതിന് ബാക്കി ഒക്കെ വേണ്ടു, ഓർമ്മയെ വേണ്ടുള്ളൂ. ഇൽമെന്ന് പറഞ്ഞാൽ അതൊന്നുമല്ല. ഇൽമെന്ന് പറഞ്ഞ തസവ്വുഫാണ്. അത് ശരി. അപ്പൊ അത് മൂപ്പര് എന്നോട് എന്തോ പറഞ്ഞപ്പോ എന്നോട് പറഞ്ഞേ പിന്നെ ഞാനേച്ചിപ്പോ പിന്നെ നല്ലോണം അല്ലാണ്ടായിപ്പോ കുറച്ചേച്ച്. അപ്പൊ നമ്മൾ പറയേണ്ട വർത്താനെല്ലാം മറ്റേ ഈ മെസ്സേജിൽ ആണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറയല്. അപ്പൊ ജാലിയ വാലക്കും വേണ്ടി മൂപ്പര് ദ്വാരുന്നപ്പോ ഞാൻ മൂപ്പർക്ക് പിന്നെ മെസ്സേജ് അയച്ച് അയാളെ ഹിദായത്തെ ആദ്യം ദ്വാരക്കും പറഞ്ഞു. അപ്പൊ ഹിദായത്ത് കിട്ടിയാലാണ് ബർക്കത്ത് റഹ്മത്തെല്ലാം കിട്ടിയ. എന്നിട്ട് ഇന്നമായ തഖബ്ബലല്ലാഹു മിനൽ മുത്തഖീൻ എന്നുള്ള ആയത്ത് എഴുതി കൊടുത്തു. അപ്പൊ മൂപ്പര് എന്നോട് പറയാണ് പിന്നെ സീഡി കേട്ട് പഠിച്ച നിനക്ക് ഈ തസവ്വുഫ് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് പിന്നെ കാര്യമായ ഉസ്താദുമാരിൽ നിന്ന് ഓതിപ്പഠിക്കണം. ഞാൻ പറഞ്ഞ് പിന്നെ അത് ശരി, നിങ്ങൾ പറഞ്ഞ ശരി, പക്ഷെ നിങ്ങൾ സ്വന്തം കണ്ണാടിയിലൊന്ന് നോക്കണം മുഷാവറയിൽ എത്ര ആളുകൾ നിങ്ങളെ അംഗീകരിക്കുന്നുണ്ടെന്നല്ലേ. ഞാൻ പറഞ്ഞു മുഷാവറയിലെ എന്നെ നിങ്ങൾ വിട്ടേക്ക്, ഞാൻ പിന്നെ നാടനാണല്ലോ. പിന്നെ മൂപ്പരോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ തന്നെയാണ് ഇത്. ഹാഫിബ് അല്ല, അതിലും വലിയ ആളായാലും ഷെറൈനെതിര് പറഞ്ഞാൽ അത് ചോദ്യം ചെയ്യുന്നുള്ളൊരു സംശയിക്കണ്ടാവും. അപ്പം മൂപ്പരാണിപ്പോ കാര്യമായ റോളുകൾ ഇപ്പൊ എല്ലാം ഇതാക്കുന്നത്. പക്ഷെ ചുള്ളിക്കോട് ഒഴിവാക്കിയെന്നാണ് ഞാൻ കേൾക്കുന്നത്. അള്ളാഹുവിനെ ശരിയായിട്ടെന്ന് അറിയില്ല. ചുള്ളിക്കോട് ഉസ്താദ് മൂപ്പര് കൈവിട്ടെന്ന പറയുന്നുണ്ട്. ഇപ്പൊ മറ്റേ ഉസ്താദിന്റെ 1-2 ശിഷ്യന്മാരുണ്ടെന്ന് കേട്ട്. എന്താ കൗസരിയോ ആര് ഉസ്താദിന്റെ ഒന്നില്ല? അത് ശരി. അത് ഇയാളൊക്കെ കൂടിയുണ്ട് ശേഷം. അത് ശരി. എന്നാ പിന്നെ നമ്മള് മുളയിലേ നുള്ളതായിരിക്കുമല്ലോ സൗകര്യം. കറക്റ്റ് വെച്ച് നീട്ടിയാല് മൂപ്പര് കുറച്ച് ആളുകളെയും കൊണ്ട് അങ്ങ് പോയാൽ പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവില്ലേ? അല്ല ഇത് ചർച്ചയ്ക്ക് വന്നിനാണ് ഈ കുത്തുബുൽ ആലം എന്നുള്ള വിഷയം. ഏതാണ്ട് ചർച്ച ഉണ്ടാകും. ആൾക്കാരെ ചോദ്യങ്ങൾ കൈവരിച്ചിട്ട് അത് ശരി. അല്ല നമ്മള് SCV നമ്മളെ സുന്നി ഗ്ലോബൽ വോയിസ് ഈ വിഷയത്തിലൊരു കത്ത് തന്നിട്ടുണ്ട് ഇല്ലേ? അതിലൊരു പണിയുണ്ട്. ഞാന് പിന്നെ മുഷാവറക്കായിട്ട് കത്ത് തരണല്ലോ, ഉസ്താദിന്റെ പേരിൽ തരണോ? മുഷാവർക്ക്. അപ്പൊ ആരെടുത്ത് എത്തിക്കേണ്ടത്? അത് കോഴിക്കോട് നമ്മുടെ ഓഫീസിൽ എത്തിയാൽ മതി. ഓഫീസ് സെക്രട്ടറിന്റെ സംസ്ഥാന കേന്ദ്ര മുഷാവർക്ക് വരട്ടെ. അത് ശരി. ഇതിപ്പോ മുഷാവറപ്പ ഡേറ്റ് എപ്പോ പറഞ്ഞേ? 7-ാം തീയതി. 7-ാം തീയതി അല്ലേ? 29 ഉസ്താദ് ഇപ്പോ സപ്പോർട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നല്ലേ ഉസ്താദ്? അല്ല കാരണം വെച്ചാൽ ഇപ്പൊ നടന്ന പരിപാടികളിലും മൂപ്പരാണല്ലോ കാര്യമൊക്കെ. ഏതായാലും ഇൻഷാ അല്ലാഹ് പിന്നെ ഉസ്താദിന്റെ ഒരു കളായ വിഷയം ഉണ്ടല്ലോ, അതൊക്കെ ഉസ്താദ് വരിക. ഞാൻ കല്യാണം നിക്കാന് ഉച്ചതായിട്ട് കയറാൻ പറ്റില്ല. ഒന്ന് വീട്ടിലൊന്ന് ദ്വാരന്നിട്ട് പോയിക്കൂട്ടെ? ഏത് ആയിക്കോട്ടെ. ഇനിയിപ്പോ അടുത്ത് കണ്ണൂരൊക്കെ വല്ല തളിപ്പ് കണ്ണൂർ ഭാഗത്തേക്കുള്ള പരിപാടി ഉണ്ടോ? തലശ്ശേരി കണ്ണൂരായിട്ടും എന്നാ നോക്കിട്ട് വിളിക്കാം. ഈ കത്ത് ഞാൻ എഴുതിയിട്ട് ഉസ്താദിനെ വിളിക്കാം. അതിൽ ഇത് മാത്രം ഓർത്താൽ മതി. ഉസ്താദിലെ വേറെന്താ വെക്കണം? പിന്നെ ഈ കുത്തുബുൽ ആലത്തിന്റെ വിഷയം മാത്രമായി അല്ലെങ്കിൽ മൊത്തം? വീട്ടിൽ വന്നു സർവക്കാൻ നീക്കി കളഞ്ഞു പറഞ്ഞു. അതെ ഇൻഷാ. എന്നാ പിന്നെ നല്ല അതെ. അല്ല അത് സത്യമാണ്. മൂപ്പര് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് പറയും ഞാൻ മഹാന്മാരോട് ചോദിച്ചോട്ടെ എന്ന് പറയും. ഏതെങ്കിലും മഹാന്മാർ നിനക്ക്
മനസ്സിലായില്ല. ആ ഇൻഷാ ഞാൻ കത്ത് എഴുതിയിട്ട് ഉസ്താദിനത് വായിച്ചു കേൾപ്പിക്കുന്നുണ്ട്. എന്നിട്ട് ഉസ്താദ് വേണ്ടുന്നത് തിരിച്ചു പറഞ്ഞ നന്നായി. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും. അതെ ഞാൻ വിളിച്ചു, ഞാൻ കട്ട് ചെയ്തിട്ട് അങ്ങോട്ട് വിളിച്ചു. അപ്പോ പിന്നെ ബോംബെയിലുള്ളൊരു സഖാഫി അയാളുടെ അടുത്ത് പോയിന്നു. ഈ ഇക്ബാലിന്റെ അടുത്ത് ഇരിക്കേണ്ട ആവശ്യമോ അല്ലെങ്കിൽ അതിനെപ്പറ്റി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം അജീബ് ലൈഫെന്ന് വെക്കാൻ പറ്റില്ല. കാരണം ഏതെങ്കിലും വേറെ കണക്കുണ്ടാകാം. അപ്പൊ ഇത് ജനിയെ തുറക്കുകയുണ്ട്. ഏത് തെരീക്കം പരിശോധിച്ചാലും ലൈഫാണ് ഇന്ന് ബോധ്യപ്പെട്ടെങ്കില് ലൈഫ് എന്ന് ഹദീസിനെ കുറിച്ച് പറഞ്ഞുവിടും. അല്ലെങ്കിൽ ആ തനതിനെ കുറിച്ച് ലൈഫ് വരാം. വാദല്ലതീസ് റവാഹു ഫുലാനും ബി ഇസ്നാദിൻ ലൈഫിന് അങ്ങനെ വരാം. ഇന്നാലിന്ന റിപ്പോർട്ട് ചെയ്തു ലൈഫായ ഇസ്നാദിലൂടെ അയാൾ റിപ്പോർട്ട് ചെയ്ത്. അതുകൊണ്ട് ആ ഹദീസ് ലൈഫെന്ന് പറയാൻ നിർത്തില്ല. കാരണം ഹദീസിന് വേറെ ഒരുപാട് റിപ്പോർട്ട് ഉണ്ടാവാം. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോ ഈ പിന്നെ ചെറുശ്ശേരി ഉദ്ധരിച്ചൊരു സംഭവം ഉണ്ടല്ലോ, അൻസറുല്ലാഹുവിന് ടവല് കത്തിച്ചെന്നല്ലേ, അതില് ഏതോ ഒരു ഷിയക്കാരൻ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് നമ്മള് അത് തള്ളിയിട്ടുണ്ടല്ലോ. ആയിക്കോട്ടെ, അതിനെ പറഞ്ഞ അങ്ങനെ തള്ളുമ്പോ അപ്പൊ വേറെ റിപ്പോർട്ടിലും അതിനപ്പുറത്ത് അതില്ലാത്ത റിപ്പോർട്ടുകൾ തെളിയിക്കണം എന്നെങ്കിലും തെളിവാക്കാൻ പറ്റുള്ളൂ. പക്ഷെ ഈ വിഷയം അതുകൊണ്ടാണല്ലോ ഈ വിഷയം ഒരു പത്ത് ഒരു അതീത് തെളിവ് പറയുമ്പോ ആ അതീതിൽ പറഞ്ഞ ഒരു ലൈഫ് ഉണ്ടെങ്കിൽ അയാളെ ബാധ്യതപ്പെട്ട ഗൾഫില്ലാത്ത സനത അയാൾ പറയലേ, അതാ സുഖീമാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഫക്കീഹ് ഫിഖ്ഹിന്റെ കിതാബിൽ ഒരു വിഷയത്തിന് തെളിവായി പറയുന്ന ഹദീസില് അതിന്റെ റുവാത്തിൽപ്പെട്ട ഏതെങ്കിലും ഒരാൾ ലൈഫാണെന്ന് ആരോപണം എന്നാൽ ഗൾഫില്ലാത്ത റിപ്പോർട്ട് അയാൾ സമർപ്പിക്കണം. അയാളെ കടമേന്. അതേ കാലത്ത് ലൈഫാണ് എന്ന് വെച്ചുകൊണ്ട് ഹദീസ് എല്ലാ തെരീക്കിലും കൂടി ലൈഫാണെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ദലീല് പിടിച്ച ആൾക്ക് എന്ത് വേണം? തെളിവ് സഹിയാണെന്ന് സമർപ്പിക്കാൻ അയാളെ നോക്കുന്നത് കടമ. ഇതിൽ വേറെ സ്ഥലത്ത് ഉണ്ടായിരിക്കാം എന്ന് പറഞ്ഞാൽ അയാൾക്ക് തെളിവാവൂല. തെളിവ് പറയുന്ന ആൾ എപ്പോഴും ഉണ്ടായിരിക്കണം. കണ്ണികമായിട്ട് അയാൾക്ക് ഇറങ്ങണം. വണ്ടി തെളിവ് പൊളിക്കാനും കഴിയില്ല. അപ്പൊ നമ്മള് ബഷീർ ഹാജി പറഞ്ഞ പ്രകാരം ഉമർ മാലിക്ക് പറഞ്ഞെന്നല്ലേ പറയുന്നത്, ഇത് നിങ്ങൾ അതിന്റെ പിന്നെ വെയിലത്ത് വെച്ചിട്ട് അല്ല ടോർച്ച് അടിച്ചിട്ട് അത് നിങ്ങൾ നോക്കിയിട്ട് ഉറപ്പിക്കണം. ഉമർ മാലിക്ക് പറഞ്ഞ എന്തായിരിക്കും? ഇത് സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാ. കാരണം ഇത്രയും ആൾക്കാരെ അതൊക്കെ ഉമർ മാലിക്ക് പറഞ്ഞ ശരിയാണ്. അതിനുവേണ്ടി ഇത്രയും ആൾക്കാരുടെ മുഖാന്തരം വെച്ച് ഇങ്ങനൊക്കെ ഒരു സംഗതി പരസ്യമായി പറയുമ്പോ ഇത്രയും ആളുകളെ വഞ്ചിക്കൽ വരാതിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഇത്രയും ജനങ്ങളെ വഞ്ചിച്ചു എന്ന് ഭയങ്കര സംഗതിയല്ലേ. അപ്പൊ അത് വരാക്കാൻ വേണ്ടി സൂക്ഷ്മത പുലർത്തണം എന്നാണ് പറഞ്ഞത്. അത് നമുക്ക് അഭിപ്രായം ഉണ്ടായിരുന്നു സൂക്ഷ്മത പുലർത്തേണ്ടതായിരുന്നു. നമ്മളൊന്നും അറിയില്ല, ഇങ്ങനെയൊക്കെ വരുന്നത് നമ്മളറിയില്ലോ. അപ്പൊ അതുകൊണ്ടാണ് അന്ന് അതിനെക്കുറിച്ച് ഇല്ലാതായിരുന്നത്. ഉസ്താദ് പറഞ്ഞു ആ മന്നാസല്ലെന്നാ വെച്ചു. നമ്മൾ ഉസ്താദ് പോകണിട്ട് നമുക്ക് പോണില്ലല്ലോ. പക്ഷെ ഉസ്താദിന്റെ ഭാഗത്തോളം എന്ത് ചെയ്യേണ്ടതായിരുന്നു? ഇത്തിരി സമൂഹത്തിന്റെ മുമ്പിലുള്ള ഒരു വിഷയമാണ്, അവരെ മുമ്പിൽ വെക്കുന്ന വിഷയമാണ്. ഉസ്താദ് പോയിക്കറായിട്ട് സ്വകാര്യത്തെ വെച്ചാണെങ്കിൽ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇത്രയും സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്ന ഒരു വിഷയമാകുമ്പോ അത് വേണ്ടത്ര ഉറപ്പുവരുത്തിയിട്ടെങ്കിൽ കൂടും പറഞ്ഞോളൂ. ഇന്ന് വെക്കേണ്ടത് ഉസ്താദിന്റെ കടമയായിരുന്നു. അല്ലെങ്കിൽ ഉസ്താദിന് ഉസ്താദത്തെ ഏറ്റവും ബന്ധപ്പെട്ടത് നമ്മളോട് ഒന്ന് പറയേണ്ടിയിരുന്നു. ഇങ്ങനൊന്ന് കിട്ടിയിട്ടുണ്ട്, ഇരിക്കുന്നത് മുഴുവൻ ഉണ്ടായിട്ടില്ല. അപ്പൊ ആ കൂടിയാലോചന നമ്മളും പറയൂലേ? ഇല്ലേ? എന്നത് പറയാൻ നിൽക്കട്ടെ. നമ്മളിന്ന് സൂക്ഷ്മമായിട്ട് അന്വേഷിക്കാം. ഇന്നത്തെ പുറത്ത് കിട്ടുള്ളൂ. ഇത് കൊടുത്തവരും പിന്നെ നിങ്ങളോട് ഒരു കാലം അറിയാം പറഞ്ഞിട്ടില്ലല്ലേ കേട്ടോ. ഒരു കാര്യം എനിക്ക് പറഞ്ഞിട്ട് ഇതിന്റെ ഒരു കാരണം പിന്നെ ഒറ്റ വാക്ക്, ഈ പാത്രം കൊണ്ട് കാണോ പാത്രേ അത് ഇതിന്റെയൊക്കെ ഒരു കാരണം ഇങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ നമ്മള് നിങ്ങളോട് പറയുന്നത് എനിക്ക് പറഞ്ഞത് പുറത്തു പറയണ്ട. നമ്മൾക്കൊക്കെ ഉള്ള ഒരു സംഗതി, ഉസ്താദ് ഇങ്ങനത്തെ കാര്യങ്ങള്
സ്വകാര്യ മേഖലയിൽ തീരുമാനിച്ച് ഇത് വിഷയങ്ങളാകുമ്പോഴാണ് നമ്മളെല്ലാം ഏറ്റെടുക്കേണ്ടി വരുന്നത്. അതല്ലെങ്കിൽ ഇങ്ങനത്തെ വിഷയങ്ങൾ ഒരു കൂടിയാലോചന നടത്തണ്ടേ? അതെ തീർച്ചയായും. ഞാൻ ഉസ്താദിനോട് ചോദിച്ചു, ഇങ്ങനത്തെ ഒരു പള്ളി ഉണ്ടാക്കാൻ എവിടുന്ന ഉസ്താദ് തീരുമാനിച്ചു ചോദിച്ചു. ഇത് ആര് തീരുമാനിച്ചാ? നമ്മളെല്ലാവരും പറഞ്ഞിട്ടപ്പോ അങ്ങനെ കൂപ്പണമായിട്ട് കണ്ടപ്പോ നമ്മൾ അറിയണേ ഇത് എവിടുന്നായി തീരുമാനിച്ചു, ആരാ ഇതിന്റെ ആൾക്കാർ? ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ ഒരുപാട് വിഷയം ഇതൊക്കെ അവസാനം വരുമ്പോ സംഘം ഏറ്റെടുക്കേണ്ടി വരിക. ചേകനൂർ വധക്കേസ് ഞാൻ പറയട്ടെ, അത് പോട്ടെ. പള്ളി വിഷയം ചേകനൂർ വധക്കേസ്, ഈ വധക്കേസ് എങ്ങനെ ഉസ്താദിന്റെ പരിധി വന്നത്? ഇതിനുള്ള കാരണം ഇവിടുന്ന് ഉണ്ടായി. ഇതിന് ഉത്തരവാദിത്തങ്ങളാരാ? ഇങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് വെച്ചാൽ ഉസ്താദിനങ്ങനെ മസ്കിട്ട് സോപ്പിട്ട് കാര്യങ്ങൾ നേടാൻ വേണ്ടി കുറച്ച് കൗമുണ്ട് അവിടെ. അവരിങ്ങനെ ഓരോരോ കുണ്ടുണ്ടാക്കി കൈ കൊണ്ടുപോയി ഉസ്താദിന് സാധിക്കും. അവരായിരിക്കും പിന്നീട് ഇപ്പൊ ഇവന്റെ ഈ പിന്നെ എന്താണ് പള്ളിന്റെ പേരില് ഇപ്പൊ ഉസ്താദ് പറഞ്ഞ നിങ്ങൾ പറഞ്ഞ വാചകവും എന്നോട് ഈ മൂന്നാമത്തെ കക്ഷി പറഞ്ഞ വാചകവും നല്ല പൊരുത്തുണ്ട്. കാരണം അയാൾ എന്നോട് പറഞ്ഞതും ഇതൊരു പക്ഷേ AP ഉസ്താദ് മനഃപൂർവ്വം വീണതായിരിക്കൂല, ഈ പറയുന്ന ഈ കക്ഷികൾ കൊണ്ടുപോയിട്ടതാണെന്ന് പറഞ്ഞേ. അതാ ഉറപ്പായും ഞാൻ അങ്ങനെ മനസ്സിലാക്കുന്നത്. കാരണം ഉസ്താദിനോട് ഇന്നാൾ നമ്മൾ പറഞ്ഞു, ഇന്നാളത്തെ നമ്മൾ കൂടുതലല്ലേ തുറന്ന കാര്യം സംസാരിക്കാൻ വേണ്ടി കൂടിയപ്പോ ഞാൻ കുറച്ച് വികാരപരിതനായി കുറെ കാര്യങ്ങളുണ്ട് പറഞ്ഞപ്പോ അതിനെ തുറന്ന് കൂറ്റം പറഞ്ഞതാക്കി. ഇതിന് നല്ല പങ്ക് പിന്നെ ഹക്കീമിനുണ്ടായിരുന്നു ഉസ്താദിന്റെ മോനക്ക്. ഇങ്ങനത്തെ ഈ പ്ലാനുകളൊക്കെ ചെയ്യുന്നത്, ഈ പ്ലാനൊക്കെ ചെയ്തിട്ട് ഏതെങ്കിലും ഒരു ബിഹറോ അല്ലെങ്കിൽ ഏതെങ്കിലും ആളെ കൂട്ടുപിടിച്ച് പ്ലാനൊക്കെ തയ്യാറാക്കി ഉസ്താദിന് ഇന്ത്യ അവതരിപ്പിക്കുമ്പോൾ ഉസ്താദാൻ റെഡി പറയും. അപ്പൊ ഇതിന് വിഷയമായി. അങ്ങനെ പുറത്തെല്ലാം കൂടി പ്രശ്നമായി ഒച്ചപ്പാടായി. അപ്പോഴാണ് പിന്നെ സംഘടന ഏറ്റെടുക്കേണ്ടത്. പിന്നെ അപ്പൊ സംഘടന ചലിക്കാതൊക്കെ വരിക, സംഘടന വരിക. അപ്പൊ നമ്മളങ്ങ് ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദ് ഇതൊക്കെ സംഘടന ഏറ്റെടുക്കണമെങ്കിൽ സംഘടനക്ക് ഇതിൽ പങ്കുവേണ്ടേ? എന്ത് സംഗതിയും വന്ന് മുസീബത്തായിന്റെ സാധനം ഏറ്റെടുക്കാൻ സത്യത്തിൽ ഈ പള്ളിന്റെയും പിന്നെ ഒറ്റ ആള് ഹക്കീം മാത്രം അല്ല, ഞാൻ പറയാ ഹക്കീം മാത്രമല്ല. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ അങ്ങനെ ആരെങ്കിലും കൂടി തീരുമാനിച്ചായിരിക്കും നമ്മളും കൂടിയിട്ട് ഒരു യോഗത്തിൽ കൂടി തീരുമാനിച്ചല്ലോ, വിശ്വാസന്റെ യോഗത്തിലോ അല്ലെങ്കിൽ പിന്നെ ജമീയത്തിലമിന്റെ യോഗത്തിലോ ഒന്നും തീരുമാനിച്ചല്ല. മർക്കസ് നമ്മൾ തീരുമാനിച്ചത് എനിക്കറിയില്ല. ഞാൻ മർക്കസ് കമ്മിറ്റിയിലുണ്ടെങ്കിലും ഞാൻ എല്ലാ യോഗത്തിനും പോരില്ല, കഴിയില്ല. അതുകൊണ്ട് ഉള്ളൂ ഞാൻ എല്ലാ യോഗത്തിലും തീരുമാനിച്ചിട്ടില്ല. ഇതാര് തീരുമാനിച്ചു നമുക്കറിയില്ല. വേറെ മറ്റേ എന്താ ഒരു ചുറ്റി പറഞ്ഞല്ലോ ഇതിന്റെ പള്ളിയുടെ ചുറ്റും. അതിലേക്ക് സാർ പറഞ്ഞുകൊണ്ട് ഒരു സിറാജിന്റെ പൂത്തേക്ക് പരസ്യം ഉണ്ടായിരുന്നില്ല. അത് ഞാൻ ചോദ്യം ചെയ്യും. അത് നോക്കുമ്പോ ഹക്കീമും കുറച്ച് ആൾക്കാർ ഇത് മുഴുവൻ പണം ഇടപാടല്ലേ. ഞാൻ ഹക്കീമിനെ ചീത്ത പറഞ്ഞു. കാരണം ഹക്കീമിന്റെ 5 മിനിറ്റ് ദിവസപ്പെടുത്തുക. ഞാൻ പറഞ്ഞു ബാപ്പത്തിന്റെ കുറെ കാലം ദീനിന്റെ പ്രവർത്തനമായി നടന്നിട്ട് പിന്നീടാണ് വാപ്പാനെപ്പറ്റി ഈ ആരോപണങ്ങളൊക്കെ ഉണ്ട്. ഇജിപ്പ് എന്നാലും ഞാനെപ്പോഴും ഈ രംഗത്ത് വന്നുള്ളൂ. ഇജിപ്പ് തന്നെ ഈ സാമ്പത്തിക ഇടപാട് പറഞ്ഞാലോ? ശരിയാണ്. ആളുകൾ നമ്മള് കേരളമായി വർഷമൊക്കെ നടത്തി ഒരു ഇന്നലെ കിട്ടണം. അതല്ലേ ആദ്യം വേണ്ടത്. എന്നിട്ടല്ലേ ബിസിനസ്സും ഷെയർ ബിസിനസ്സും പരിപാടിക്കും നടക്കാണ്. ഈ ലോകത്തുള്ള മുതലാളിമാരൊക്കെ കൂട്ടിയിട്ട് ഈ എപ്പോഴും ഞാൻ പറയലുണ്ട്, ഞാൻ നമ്മുടെ കുട്ടികളോടും പറയുന്നുണ്ട്, എത്ര ദീനുണ്ടായാലും കാര്യമില്ല, സാമ്പത്തിക ഇടപാടിൽ എന്തെങ്കിലും വീട് വന്നു കഴിഞ്ഞാൽ എല്ലാം പോകും. ജനങ്ങൾക്ക് പണം മുടക്കിയതിന് റിട്ടേൺ വരണ്ടേ? അപ്പൊ കൊടുത്ത പണം തന്നെ കിട്ടാതെ പോയാലോ? സ്ഥലം തന്നെ കണ്ടുവച്ചിട്ടാണെന്ന് പറയുന്നത്. അള്ളാഹു അല്ലെ, ഞാനറിയില്ല ഇനിയിപ്പോ എന്തെല്ലാം സംഭവിക്കുന്നത്. അപ്പൊ അതൊക്കെ ഞാൻ പറഞ്ഞ ഇതെല്ലാം കൂടി എന്താ പറയാ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കുന്നതിനേക്കാണ് കൂടുതൽ ചിന്തിക്കേണ്ട അവസ്ഥ. ഇഷ്ടാവത്തെ ലാഭത്തോടെ കണ്ടാലോ? അത് അങ്ങനെ ഉസ്താനോട് പറഞ്ഞത്. എല്ലാ വിഷയവും എന്നാ ഉസ്താനും ഒരു ചെല്ലുക വരിക. അപ്പൊ ഈ ഉസ്താദ് കൂടുതൽ സൂക്ഷ്മ കഴിഞ്ഞ മുഷാവറയിൽ ഈ ഷെയറിനെ പറ്റി, ഷെയർ മാർക്കറ്റിനെ പറ്റി കാര്യമായിട്ടൊന്നും ചർച്ച വന്നിരുന്നില്ല.
മുബാറക്. അതായത് ഞാൻ അന്ന് പിന്നെ എനിക്കിവിടെ ഒരു ഇതുണ്ടായിരുന്നു കല്യാണത്തിന് നിക്കാഹും കഴിഞ്ഞ് ഞാൻ എത്തുമ്പോ പിന്നെ ഇത് അവസാനിക്കാം മരിച്ചു കഴിക്കുന്ന വ്യാഴെത്താത്ത എന്തൊക്കെ ചെയ്ത് പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞു ഉസ്താദായിട്ടുണ്ട് പറഞ്ഞു എസ്കേസോട് കൂടി ഉണ്ടാക്കിയതിനെ കുറിച്ച് എന്തെങ്കിലും സവറ വെക്കേണ്ട ആവശ്യമില്ല. അത് എസ്കേക്കാർ പറഞ്ഞു നമ്മൾ സവറ കേൾക്കുന്നത് അവർക്കൊന്നും ഒരു കൂടുതലുള്ളൂ. അതേ കാരണം മുസാവറ ഉണ്ടാകുന്നതോളം പറയാനുള്ളത് ഞാൻ വിൽക്കുമാന്ന് പറഞ്ഞാൽ മതി. ഉസ്താദിനെ പറഞ്ഞപ്പോ എല്ലാം കൂടെ അങ്ങനെ തീരുമാനിച്ചു പറഞ്ഞു. അതാണ് സിറാജിൽ വരുന്നത്. അതെന്താ അത് പിന്നെ ഇങ്ങനത്തെ ആധാരങ്ങളെ സംബന്ധിച്ച് തനത് വയ്ക്കാൻ എന്നാൽ വിജയത്തിന്റെ അതിലേറെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് പൊതുജനങ്ങളെ ചെയ്യാകരുത് എന്നൊക്കെ പറഞ്ഞുള്ള ഒരു ഉപദേശം മാത്രമേ ഇതിലുള്ളൂ. അല്ലെ നമ്മള് പിന്നെ ഈ ഉമർ മാലിക് പറഞ്ഞ വിഷയം നമുക്ക് ഇപ്പോഴും അത് ഇത് പിന്നെ സാധ്യമായ ഒരു കാര്യമാണ് നോക്കല് സാധ്യമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മള് അയിമത്തിന്റെ ചരിത്രത്തിൽ അങ്ങനെ പരിശോധിച്ചായിട്ട് നമ്മളിതൊന്നും കണ്ടുവരില്ല. ഉദാഹരണം പറയാം. പിന്നെ ഫിഖിന്റെ കിതാബിൽ കാണാം വെള്ളത്തിൽ നജസ് ചേർന്നാൽ അസുഖമുള്ളതും ഇല്ലാത്തതും പറഞ്ഞെടുത്ത് ഒലിക്കുന്ന ചോരയില്ലാത്ത ശവമാണ് ചാടിയതെങ്കിൽ വെള്ളത്തിൽ അസുഖമുണ്ട്. എന്നാൽ അത് ഒലിക്കുന്ന ചോര ഉണ്ടോ ഇല്ല നോക്കാൻ വേണ്ടി ജീവിതം ഇങ്ങനെ പിടിച്ചാണ് കൂടി വെക്കാൻ പറ്റുമോ? അത് പറ്റില്ലെന്നാണ്. അത് പറ്റില്ലെന്നാണ് എന്ന് പറയുമ്പോലെ നബിസല്ലല്ലാഹു മുടിയാണെന്ന് പറഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ ആളുകളോടെ അതിൽ വിശ്വസിക്കണം ചികിത്സിക്കുക എന്നല്ലാണ്ട് ഇത് റസൂലുള്ളാഹിയാണോ അല്ലേ നോക്കാൻ വേണ്ടി ഇത് കത്തിച്ചു നോക്കുക. നമ്മൾ കണ്ടില്ല. ഇയാള് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഞാനങ്ങനെ പറഞ്ഞത് ഇപ്പോ ബഷീർ പറഞ്ഞു. അവര് പിന്നെ കാമിൽ. പക്ഷെ നമ്മള് കണ്ടെടുത്തൊക്കെ റസൂലുള്ളാഹിക്കുള്ള മൻസൂബായി കിട്ടിക്കഴിഞ്ഞാൽ അത് പിന്നെ ആ ഇസ്രയേൽ അതിന്റെ ബഹുമാനത്തിൽ വിശ്വസിക്കണം. ആ വിശ്വാസത്തിന് രക്ഷത്തെ ഇവർ എതുന്നല്ലോ. മറ്റുള്ള എല്ലാവരും വിശ്വസിച്ചോളുന്നില്ലല്ലോ. വിശ്വാസങ്ങളിൽ വിശ്വസിച്ചാൽ മതി. ഇല്ലാത്ത വിശ്വസിക്കണ്ട. വിശ്വസിക്കുമ്പോൾ അതിന്റെ ആദരവെന്ന് കാണിച്ചോട്ടെ. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളുടേതാണെന്ന് ലെന്ന് ചെയ്തുകൊണ്ട് ഒരു വസ്തുവിനെ ഒരാൾ ആദരിച്ചു. സംഗതി യഥാർത്ഥ റസൂലുള്ളാഹിന്റെ അല്ലായിരുന്നു. എന്നാലും ആദരിച്ചവൻ അതിന്റെ പേര് കിട്ടുന്നതാണ്. ഞങ്ങളിവിടെ ഒരു സംഭവം ഉണ്ടായി. ഇവിടെ ഒരു മമ്മി വിദ്യാർത്ഥി ഉണ്ടായിരുന്നു പഴയ കാലത്ത്. എനിക്ക് ചെറുപ്പത്തിലായാലും കുറെ സുഖമുണ്ട്. ആ മമ്മി വിദ്യാർത്ഥിക്ക് രണ്ട് കണ്ണും കാഴ്ചക്ക് യാതൊരു കുഴപ്പമില്ല. നമ്മൾ നോക്കിയാൽ കണ്ണ് യാതൊരു കുഴപ്പമില്ല. പക്ഷെ രണ്ട് കണ്ണും തീരെ കാണൂല. അപ്പൊ ഇതിന്റെ കാരണം എന്റെ ഉപ്പ പറഞ്ഞു. അതിന്റെ കാരണം ഇയാള് പണ്ട് ഒരു കച്ചവടക്കാരനായിരുന്നു. എന്റെ ഈ തുണിച്ചരക്ക് കിടന്നിട്ട് ഇങ്ങനെ വീട്ടിൽ കൂടെയൊക്കെ കെട്ടാക്കി കൊണ്ടുവന്നിട്ട് വീട്ടിൽ ഇങ്ങനെ വിൽക്കാൻ ഒരു കച്ചവടക്കാരനായിരുന്നു പഴയ കാലത്ത്. അപ്പൊ അയാള് അന്ന് ചരക്ക് എടുക്കാറുള്ളത് ഒറ്റപ്പാലത്തുനിന്ന് ഒരു പട്ടന്മാരില്ലേ പട്ടർ 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 അധികം